ഹായ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സും തെർമോഡൈനാമിക്സും തമ്മിലുള്ളൊരു ഫണ്ടമെൻ്റൽ കണക്ഷനാണ്. അതാണ് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സും എൻട്രോപ്പിയും. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫോമുലയാണ് ബോൾട്സ്മാൻസ് ഫോമുല. ബോൾട്സ്മാൻസ് ഫോമുല എന്ന് പറയുന്നത് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സിൻ്റെ സിസ്റ്റത്തിൻ്റെ എൻട്രോപ്പി തെർമോഡൈനാമിക് ക്വാണ്ടിറ്റിയായ എൻട്രോപ്പിയായിട്ട് ബന്ധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട റിലേഷനാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻ ഉപയോഗിച്ച് നമുക്ക് ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസിൻ്റെ എൻട്രോപ്പിക്കുള്ളൊരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തെടുക്കാം. അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഡിസ്കഷനാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ആൻഡ് എൻട്രോപ്പി, ബോൾട്സ്മാൻ മനസ്സിലാക്കിയ ഫണ്ടമെൻ്റൽ കണക്ഷൻ എന്താണെന്ന് നോക്കാം. ഇൻ തെർമോഡൈനാമിക്സ് എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തിരുന്നു. ഇൻ തെർമോഡൈനാമിക്സ് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ഇസ് ഡിസ്ക്രൈബ്ഡ് ഫെനോമെനോളജിക്കലി യൂസിങ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്സ് വിച്ച് ആർ ഡിറൈവ്ഡ് എംപിറിക്കലി. അപ്പോൾ തെർമോഡൈനാമിക്സിൽ നമ്മൾ ചെയ്യുന്നത് മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് മാത്രം പഠിക്കുകയാണ്. മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള ബിഹേവിയർ, അപ്പിയറൻസ് ആയിട്ട് ബന്ധപ്പെട്ട ബിഹേവിയർ മാത്രം പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എംപിറിക്കലായിട്ടുള്ള ചില റിലേഷൻ, പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, ഇതെല്ലാം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് തെർമോഡൈനാമിക്സിൽ നമ്മൾ പഠിക്കുന്ന സിസ്റ്റത്തിൻ്റെ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചറിനെ കുറിച്ച് യാതൊരു അസംഷനും ഇല്ല. പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മാക്രോസ്കോപ്പിക് ക്വാണ്ടിറ്റീസ് ഓഫ് സ്റ്റേറ്റ്. നമ്മൾ ഈ കണ്ടുപിടിച്ച തെർമോഡൈനാമിക്സിൽ നമ്മൾ മനസ്സിലാക്കിയ മാക്രോസ്കോപ്പിക് റിലേഷൻസ് അല്ലെങ്കിൽ മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, ഇതെല്ലാം വരുന്നത് ഈ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ചില പ്രോപ്പർട്ടീസിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ മൈക്രോസ്കോപ്പിക് ബിഹേവിയറിൻ്റെ ആവറേജിങ് ഔട്ടിലൂടെയാണെന്നാണ് പിന്നീട് മനസ്സിലാക്കിയത്. ഓക്കെ, ഉദാഹരണത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രഷർ, ഗ്യാസിൻ്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡ്യൂ ടു ദ കൊളീഷൻസ് ഓഫ് ദ മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ് വിത്ത് ദ വാൾസ്. ഓക്കെ, അതുപോലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സിസ്റ്റത്തിൻ്റെ മെയിൻ കൈനറ്റിക് എനർജിയായിട്ട് ഡയറക്റ്റായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. ഓക്കെ, നമ്മൾ പ്രഷർ നമ്മൾ മെഷർ ചെയ്യുന്ന കാര്യം ഇറ്റ് ഹാസ് ടു ഡു വിത്ത് പാർട്ടിക്കിൾസ് ഓർ മോളിക്യൂൾസ് ഓഫ് ദ ഗ്യാസ് കൊളൈഡിങ് ഓർ ഹിറ്റിംഗ് ഓൺ ടു ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ നമ്മൾ ശരിക്കും ഫോർമുലൈസ് ചെയ്യുന്ന ഇറ്റ്സ് എ കണക്ഷൻ ബിറ്റ്വീൻ ദിസ് മൈക്രോസ്കോപ്പിക് microscopic structure or the microscopic theory, all right? The connection between the microscopic theory and the microscopic thermodynamics, all right? Connection between atomistic microscopic theory of matter and microscopic thermodynamics, all right? അതായത് ഈ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഇതിനുണ്ട്. ഒരു കണ്ടിന്യൂസ് ഗ്യാസ് എന്ന് പറഞ്ഞൊരു കണ്ടിന്യൂസ് മീഡിയം അല്ല, അതിനൊരു മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ ഉണ്ട് എന്നുള്ള അസംഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഈ മൈക്രോസ്കോപ്പിക് ക്വാണ്ടിറ്റീസ് ഒബേ ചെയ്യുന്ന ഫിസിക്കൽ ലോസ് അറിയാവുന്ന ഫിസിക്കൽ ലോസ് ഉപയോഗിച്ച് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും കൂടെ ചില മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഈ തെർമോഡൈനാമിക് ബിഹേവിയർ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീ ഫോർമുല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കീ ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇറ്റ്സ് എ കണക്ഷൻ ബിറ്റ്വീൻ ദ മൈക്രോസ്കോപ്പിക് മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ ആൻഡ് എൻട്രോപ്പി ഓർ ദ മൈക്രോസ്കോപ്പിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എൻട്രോപ്പി. എൻട്രോപ്പി എന്ന് പറയുന്നത് തെർമോഡൈനാമിക്സിൽ മൈക്രോസ്കോപ്പിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരുന്നൊരു കാര്യമാണ്. അതും സിസ്റ്റത്തിൻ്റെ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചറും തമ്മിലുള്ള ബന്ധം. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫോർമുലയാണ്. ആക്ച്വലി സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സും തെർമോഡൈനാമിക്സിലെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ബിഹേവിയറും തെർമോഡൈനാമിക് ബിഹേവിയറും തമ്മിലുള്ള ഒരു ലിങ്ക് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ റിലേഷനെ കാണാം. ഓക്കെ, അപ്പോൾ ബോൾട്സ്മാൻ്റെ പ്രധാനപ്പെട്ട റിയലൈസേഷൻ, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ ഇതായിരുന്നു. ഹി realized that the entropy of the system is related to the number of microstates in a given macrostate. Okay, so Boltzmann connected the entropy uniquely to the number of microstates omega in a given macrostate. Okay, in a given macrostate എന്ന് പറയുന്നതിനേക്കാളും ഒരുപക്ഷെ better corresponding to a given macrostate. Alright, അപ്പോൾ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ ഉണ്ട്, ഒരു നമ്പർ ഓഫ് മോളിക്യൂൾസിനെ കുറിച്ച് നമുക്ക് പറയാം, വോളിയം പറയാം, എനർജി പറയാം, അല്ലെങ്കിൽ ടെമ്പറേച്ചർ പറയാം. ഓക്കെ, യു ചൂസ് എ നമ്പർ ഓഫ് മൈക്രോസ്കോപ്പിക് പാരാമീറ്റേഴ്സ് ടു ഡിസ്ക്രൈബ് ദ സിസ്റ്റം. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഈ ഒരു മൈക്രോസ്റ്റേറ്റിൽ ഈ ഒരു പെർട്ടിക്കുലർ അപ്പിയറൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര മൈക്രോസ്കോപ്പിക് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്, ഹൗ മെനി മൈക്രോസ്കോപ്പിക് അറേഞ്ച്മെൻറ്റ്സ് വിൽ ലീഡ് ടു ദ സെയിം അപ്പിയറൻസ്, റൈറ്റ്? ഓർ ഹൗ മെനി മൈക്രോസ്കോപ്പിക് arrangements will lead to a given microstate. Okay, ഈ നമ്പറിനാണ് നമ്മൾ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ഒമേഗ എന്ന് വിളിക്കുന്നത്. ഈ ഒമേഗ എന്ന് പറയുന്ന നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സും എൻട്രോപ്പിയും തമ്മിലൊരു യൂണീക്ക് കണക്ഷൻ ഉണ്ട് എന്നാണ് ബോൾട്സ്മാൻ കണ്ടുപിടിച്ച്. ആ കണക്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, S=K log omega. Okay, this is known as Boltzmann's formula. Alright. This relation provides the basic connection between microscopic thermodynamics
and statistical microscopic physics. Right? അതായത് എത്ര മൈക്രോസ്റ്റേറ്റ്സ് ഉണ്ട് ഒരു ഗിവൺ മൈക്രോസ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട്, ഒരു ഗിവൺ അപ്പിയറൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര മൈക്രോസ്റ്റേറ്റ്സ് ഉണ്ട്, എത്ര രീതിയിൽ നമുക്ക് ഒരേ അപ്പിയറൻസ് അറ്റൈൻ ചെയ്യാം, അല്ലെങ്കിൽ എത്ര രീതികളിൽ ഒരേ മൈക്രോസ്റ്റേറ്റ് നമുക്ക് അറ്റൈൻ ചെയ്യാം എന്നുള്ളതാണ് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എൻട്രോപ്പിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സെക്കൻഡ് ഒരു ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. ഇറ്റ്സ് കോൾഡ് ദ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇൻ ടേംസ് ഓഫ് എൻട്രോപ്പി, you can say that the second law of thermodynamics says that for an isolated system, the entropy always increases with time or remains constant. Okay, it cannot decrease. Entropy of a macroscopic system, it increases. It shows a tendency. It has a tendency to increase with time. It never decreases. It can either remain constant or increase. Okay, this is second law of thermodynamics. Okay, so there is something serious about the macroscopic evolution. During the evolution of the macroscopic system, all right, or during the evolution of the system, there is a macroscopic quantity. There exists a macroscopic quantity. Okay, there exists a macroscopic quantity which keeps increasing, which increases. All right, this is a very important observation, and this quantity they called entropy. All right. Okay, so let's look at an example. In the figure below, a gas of molecules is originally confined to the left half of the wall. All right, so ഇത് ഈക്വൽ വോളിയമാണ്. ഇവിടെ ഒരു കണ്ടെയ്നർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബോക്സ് ഉണ്ട്. ഈ ബോക്സിൻ്റെ ലെഫ്റ്റ് ഹാഫിൽ മാത്രമാണ് യു ഹാവ് ഗോട്ട് വാട്ട് യു സേ ഗ്യാസ് ഓഫ് മോളിക്യൂൾസ്. റൈറ്റ്, ഇപ്പോൾ ഇവിടെ ദിസ് ഇസ് എംപ്റ്റി, ദിസ് പാർട്ട് ഇസ് എംപ്റ്റി. റൈറ്റ്, what do you say, there is a gas on the left side. Okay, now suppose now that the partition is removed. Right? So there's a partition here. Right? Suppose that you lift the partition, you remove the partition. What happens to the gas? All right, so ഇത് വളരെ obvious ആണ്. നമ്മൾ ഈ partition lift ചെയ്യുകയാണെങ്കിൽ the gas will spread. The gas will actually spread. But let's discuss it in some detail. Okay? So immediately after lifting, all right, immediately after lifting the partition, just at that moment the whole gas is confined to the left side of the box. In തൊട്ട് മുമ്പുള്ള അവസ്ഥ. Right, പക്ഷേ then what happens? Okay, അപ്പോൾ ഇത് ഇമ്മീഡിയറ്റ്ലി ഇത് റിമൂവ് ചെയ്ത ഉടനെ ഇതിൻ്റെ ഈ ഗ്യാസിന് ആക്സസിബിൾ ആയിട്ട് ഇവിടെയുള്ള വോളിയം കൂടെ ആക്സസിബിൾ ആണ്, പക്ഷേ അവിടേക്ക് എത്തിയിട്ടില്ല. റൈറ്റ്, ലെറ്റ്സ് എ വെരി ഷോർട്ട് ടൈം ആഫ്റ്റർ റിമൂവിങ് the partition. Okay, very short time after removing the partition, what happens? The whole volume is accessible. The entire volume of the box is accessible to the gas, but it has only started spreading. All right, so immediately after this act, the molecules are certainly not distributed with equal probability over all the accessible states. Okay, since the molecules are localized in the left half of the box, whereas the right half, although accessible, is empty at this precise moment. Okay, what happens next? But it is clearly fantastically improbable that this situation will prevail for any length of time. All right, so you don't expect the gas to remain on the left half of the box after removing the partition. ഈ പാർട്ടീഷൻ മാറ്റി കഴിഞ്ഞും ഈ ഗ്യാസിൻ്റെ മോളിക്യൂൾസ് മുഴുവൻ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നിലനിൽക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. വാട്ട് വിൽ ഹാപ്പൻ? പ്രതീക്ഷിക്കുന്നില്ല പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഇംപ്രോബിൾ. റൈറ്റ്, ഇറ്റ്സ് ഹൈലി ഇംപ്രോബിൾ ദാറ്റ് ദ ഗ്യാസ് വിൽ റിമെയിൻ ഹിയർ ഇറ്റ് സെൽഫ്. What happens is that a system consisting of a box divided by a partition into two equal parts, each of volume Vs. The left side is filled with gas, the right side is empty. Okay, ഈ ഒരു കോൺഫിഗറേഷൻ വളരെ ഇംപ്രോബിൾ ആണ്. What happens next? As a result of collision with the walls and with each other, the molecules will very quickly redistribute themselves over the entire volume of the box. All right, so the gas will actually redistribute, or the molecules will get redistributed throughout the box, okay, throughout the entire volume, right, or the molecules will spread into the whole volume. That's what will happen. The final equilibrium situation, all right, ഇതൊരു ഫൈനൽ സ്റ്റേറ്റ് നമ്മൾ equilibrium situation ആണ് പറയുന്നത്. The final equilibrium situation where the density of molecules is uniform throughout the entire box, that is reached quite quickly. All right, അപ്പോൾ നമുക്ക് ഈ ഒരു കണ്ടീഷൻ, അതായത് ഈവൻലി
ഈ ബോക്സിൽ മുഴുവനായിട്ട് ഈവൻലി സ്പ്രെഡ് ഔട്ട് ആയിട്ടുള്ള കണ്ടീഷൻ നമുക്ക് ഈക്വിലിബ്രിയം എന്ന് പറയാം. ഈക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാക്രോസ്കോപ്പിക്കായിട്ട് ചേഞ്ച് ഒന്നും കാണില്ല. മാക്രോസ്കോപ്പിക്കായിട്ട് വലിയ മാറ്റമൊന്നും പിന്നെ നമ്മൾ കാണില്ല. ഈക്വിലിബ്രിയത്തിൽ എത്തുന്നതിന് മുമ്പ് യു ക്യാൻ ആക്ച്വലി ഒബ്സർവ് ദ ഗ്യാസ് സ്പ്രെഡിങ് into the entire volume. Alright, so there is something really rapid going on inside the box, and then it attains equilibrium quite quickly. Alright, അപ്പോൾ ഈ ഈക്വിലിബ്രിയം സിറ്റുവേഷൻ എന്നുള്ളതിനാണ് നമ്മൾ ഹൈ എൻട്രോപ്പി സിറ്റുവേഷൻ. നമ്മളിവിടെ ആക്ച്വലി കണ്ടത് വി ഹാവ് ആക്ച്വലി സീൻ ദ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇൻ ആക്ഷൻ. റൈറ്റ്, ഇനീഷ്യലി ഉള്ള കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞൊരു ലോ എൻട്രോപ്പി കോൺഫിഗറേഷൻ ആയിരുന്നു. അതായത് ഇത് പാർട്ടീഷൻ നമ്മൾ റിമൂവ് ചെയ്ത ഉടനെ ഈ ഗ്യാസ് മോളിക്യൂൾസ് മുഴുവൻ ഒരു സൈഡിൽ മാത്രമായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലോ എൻട്രോപ്പി കോൺഫിഗറേഷൻ, അല്ലെങ്കിൽ ഇറ്റ്സ് എൻ ഓർഡേർഡ് കോൺഫിഗറേഷൻ. ഇറ്റ്സ് എ ലോ എൻട്രോപ്പി കോൺഫിഗറേഷൻ. വാട്ട് വി സീ ഇസ് ദാറ്റ് എൻട്രോപ്പി ക്വിക്ലി ഇൻക്രീസസ് ആൻഡ് അറ്റൈൻസ് എ മാക്സിമം എൻട്രോപ്പി സ്റ്റേറ്റിനെയാണ് നമ്മൾ ഈക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, മാക്സിമം ഈക്വിലിബ്രിയം ഇസ് സിനോണിമസ് വിത്ത് മാക്സിമം എൻട്രോപ്പി. So what we have seen here is the second law of thermodynamics in action. Alright, ഇനി സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ആയിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യാന്നുള്ളത് അറിയാണ്ട് നമുക്ക് ഈ എക്സാമ്പിൾ തന്നെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, സപ്പോസ് ഫോർ എക്സാമ്പിൾ ദർ ആർ ജസ്റ്റ് 8 മോളിക്യൂൾസ്. ഇനീഷ്യലി 8 മോളിക്യൂൾസ് ആണ് എൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളതെന്ന് കരുതുന്നത്. ഓക്കെ, 8 മോളിക്യൂൾസ് ആണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 8 മോളിക്യൂൾസ് ലെഫ്റ്റ് സൈഡിലാകുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആകെ ഒരു അറേഞ്ച്മെൻറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അറേഞ്ച്മെൻറ്റിനെ വിളിക്കുന്നത് N1, N2. ഇതാണ് നമ്മുടെ മാക്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത്. നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്ന മാക്രോസ്റ്റേറ്റ് N1, N2. ലെഫ്റ്റ് സൈഡിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്, റൈറ്റ് സൈഡിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ മാക്രോസ്റ്റേറ്റ്. ഓക്കെ, N1, N2. ഇനീഷ്യലി നമ്മൾ പാർട്ടീഷൻ റിമൂവ് ചെയ്ത ഉടനെ നമ്മൾ 8 മോളിക്യൂൾസ് എടുക്കുകയാണെങ്കിൽ ഇനീഷ്യലി ദിസ് ഈസ് 8,0. ദർ ഇസ് ഓൺലി വൺ വേ ടു ഡു ദിസ്. ഈ ഒരു വഴി എന്ന് പറയുന്നത് you put all the 8 molecules on the left side. Okay, you put all the 8 molecules in the left side. Okay, there is just one way to attain this configuration. Okay, അപ്പോൾ ഇത് ഒരു അറേഞ്ച്മെൻറ്റ് മാത്രമുള്ളതിനെ നമ്മൾ വേണമെങ്കിൽ ഹയസ്റ്റ് ഓർഡർ എന്ന് പറയും. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും എൻട്രോപ്പി ഈസ് എ മെഷർ ഓഫ് ഡിസോർഡർ, അല്ലേ? എൻട്രോപ്പി ഈസ് എ മെഷർ ഓഫ് ഡിസോർഡർ എന്ന് കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർഡർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്, ഒരു അപ്പിയറൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മൈക്രോസ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര മൈക്രോസ്റ്റേറ്റ് ഉണ്ട്, എത്ര ഡിഫറെൻറ്റ് പോസിബിൾ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട് എന്നുള്ളതിനാണ് നമ്മൾ ഓർഡർ അല്ലെങ്കിൽ ഡിസോർഡർ എന്ന് പറയുന്നത്. മൈക്രോസ്റ്റേറ്റ്സ് കുറവാണെങ്കിൽ നമ്മൾ വിൽ സേ ദാറ്റ് ഇറ്റ് ഈസ് ഓർഡേർഡ്. Okay, if there are large number of microstates, we say that the system is disordered. All right, അപ്പോൾ ഇതാണ് നമ്മൾ ഇനീഷ്യലി മൈക്രോസ്റ്റേറ്റ് 8,0. റൈറ്റ്, നൗ അടുത്തൊരു പോസിബിൾ മൈക്രോസ്റ്റേറ്റ് നമുക്ക് പറയാം ലെഫ്റ്റ് സൈഡിൽ 7 ആൻഡ് റൈറ്റ് സൈഡിൽ 1. റൈറ്റ്, ഇവിടെ നമ്മൾ കുറേ ഡീറ്റെയിൽസ് നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. അതായത് പാർട്ടിക്കിൾസിൻ്റെ മൊമെൻറ്റത്തിനെ കുറിച്ചോ ഓക്കെ അല്ലെങ്കിൽ ഇതിൻ്റെ വോള്യത്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. വി ആർ ജസ്റ്റ് ഫോക്കസിങ് ഓൺ ദ നമ്പർ. ഓക്കെ, ജസ്റ്റ് ടു ഗെറ്റ് എ ക്ലിയർ ഐഡിയ. 7,1 ഒരു സൈഡിൽ 7 മറ്റേ സൈഡിൽ 1 എന്ന് നോക്കുമ്പോൾ ഈ ഒരു കോൺഫിഗറേഷനിൽ അവന് എത്ര രീതികളുണ്ട്? ഈ 8 മോളിക്യൂളിൽ ഏതിനെ വേണമെങ്കിലും നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ഇടാം, അല്ലേ? യു ക്യാൻ പുട്ട് എനി ഓഫ് ദ molecules, any of the 1 molecules to the right side to obtain the configuration 7,1. Alright, so 7,1 ഉള്ള കോൺഫിഗറേഷനിലേക്ക് എത്താൻ ഇതിന് ഒരു വഴിയാണെങ്കിൽ 7,1 ഉള്ള കോൺഫിഗറേഷനിലേക്ക് എത്താൻ there are 8 ways. Alright, അപ്പോൾ ഇതിനാണ് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. You see that the number of microstates increases or the disorder increases. Alright, here the number of microstates is 8. നമ്മൾ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് എക്സാക്ട്ലി നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. We can say the number of microstates is proportional to 8. ഓക്കെ, അപ്പോൾ ആ ഒരു വോള്യത്തിൻ്റെയും മൊമെൻറ്റത്തിൻ്റെ എല്ലാം ഡീറ്റെയിൽ തൽക്കാലം നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. വിൽ മേക്ക് ഇറ്റ് മോർ പ്രിസൈസ് ആസ് വി ഗോ ഓൺ. ഓക്കെ, ഇനി 2 പാർട്ടിക്കിൾസ് നമ്മൾ റൈറ്റ് സൈഡിലും 6,2 എന്നുള്ള അറേഞ്ച്മെൻറ്റ് എടുക്കുകയാണെങ്കിലോ you will see that there are 28 different arrangements. How do you find this number of arrangements? It's just a combinatorial problem. You take n factorial divided by n, ഇത് ലെഫ്റ്റിൽ എൻ എൽ എന്ന് പറയുന്നത് ലെഫ്റ്റിലുള്ള പാർട്ടിക്കിൾസ് ആണ്, എൻ എൽ ഫാക്ടോറിയൽ എൻ ആർ ഫാക്ടോറിയൽ. ഓക്കെ, ഇത് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ്. ഓക്കെ, or we can write n factorial divided by n1 factorial n2 factorial. ഓക്കെ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് 28 ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. ഇനി ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ 4 on left and 4 on right എന്ന് പറയുകയാണെങ്കിൽ യു വിൽ സീ ദാറ്റ് there are 70 different arrangements. There are 70 different arrangements. Okay, so you see that the number of microstates is maximum corresponding to equilibrium. Equilibriumത്തിലെ number of microstates maximum ആണ്. Okay, ഈ മൈക്രോസ്റ്റേറ്റ്സിനെയാണ് ബോൾട്സ്മാൻ കോംപ്ലക്ഷൻസ് എന്ന് വിളിച്ചത്. കോംപ്ലക്ഷൻസ്, ഓക്കെ, ബോൾട്സ്മാൻ ഉപയോഗിച്ച വാക്ക്
complexions എന്നുള്ളതാണ്. Alright, later we'll make it a little bit more precise, but this is the basic idea. What we see is that entropy increase ചെയ്യുന്നു പറയുമ്പോൾ സംഭവിക്കുന്നത് actually the number of microstates is going from 1 to 70 in this case. Okay, 70 different arrangements എന്ന് പറയുന്നത് അല്ലേ. ആദ്യത്തെ നമ്മൾ ഇനീഷ്യൽ കോൺഫിഗറേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് ഒറ്റ മൈക്രോസ്റ്റേറ്റേ ഉള്ളൂ. ഫ്രം ദാറ്റ് ദ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ഹാസ് ഇൻക്രീസ്ഡ് അപ് ടു 70. ഓൾറൈറ്റ്, അപ്പോൾ ഇതുകൊണ്ടാണ് ഒരുപക്ഷെ ബോൾട്സ്മാൻ മനസ്സിലാക്കിയത് എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുന്നത് ഇറ്റ്സ് സിനോണിമസ് വിത്ത് ദ ഇൻക്രീസ് ഇൻ മൈക്രോസ്റ്റേറ്റ്സ്. Right, അതായത് the number of arrangements corresponding to a given appearance. Okay, the number of arrangements which will give you a particular macroscopic configuration. ഇവിടെ macroscopic configuration നമ്മൾ എഴുതുന്നത് n1, n2 എന്നുള്ളതാണ്, which means that you are deciding to keep track only of the number of molecules on each side of the box. Right, ഇത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ. അതാണ് ഞാൻ മുൻപ് പറഞ്ഞത്, മൈക്രോസ്റ്റേറ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യണം എന്നുള്ളതിൽ there is some freedom. Right, there is some freedom. We can choose microstate in different ways, right? But once you choose the microstate നമ്മൾ choose ചെയ്ത് കഴിഞ്ഞാൽ you can have number of you can find the number of microstates uniquely. Okay, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ വെറും 8 മോളിക്യൂൾസിനെ കുറിച്ചാണ് പറഞ്ഞല്ലേ, നമ്മളിവിടെ വെറും 8 മോളിക്യൂൾസിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഒരു തെർമോഡൈനാമിക് സിസ്റ്റം എടുക്കുമ്പോൾ വി ആർ ടോക്കിംഗ് അബൌട്ട് എ ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഓക്കെ, 10⁻23 അങ്ങനെ ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ഇസ് ക്വൈറ്റ് ഡ്രമാറ്റിക്. നമ്മൾ ശരിക്കും ഒരു ഫിസിക്കൽ സിസ്റ്റം, ഒരു അവോഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് 10⁻23 ഓർഡർ ഓഫ് മോളിക്യൂൾസ് ഉള്ളപ്പോൾ യു വിൽ സീ ദാറ്റ് ദ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ഇസ് ക്വൈറ്റ് റാപ്പിഡ്, ക്വൈറ്റ് ഡ്രമാറ്റിക്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഈ നമ്പർ ഓഫ് മോളിക്യൂൾസ് അവോഗാഡ്രോ നമ്പർ വരെ എത്തിക്കേണ്ട. ലെറ്റ്സ് ചെക്ക് ഫോർ ജസ്റ്റ് 2000 മോളിക്യൂൾസ്. ഓക്കെ, 8 പകരം 2000 മോളിക്യൂൾസ് ആണ് നേരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ജസ്റ്റ് 2000 മോളിക്യൂൾസ് ആണ് എടുക്കാം, ജസ്റ്റ് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇനീഷ്യൽ കോൺഫിഗറേഷൻ n1, n2 നമ്മൾ നേരത്തെ 8,0 ആണെങ്കിൽ 2000,0, അതായത് 2000 പാർട്ടിക്കിൾസ് ഓൺ ലെഫ്റ്റ് സൈഡിൽ, 0 പാർട്ടിക്കിൾസ് ഓൺ റൈറ്റ് സൈഡ്. Okay, there's just one arrangement to do that. Okay, there's just one way to attain that. Okay, 1 അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലോഗരിതം നമ്മൾ എടുക്കുകയാണെങ്കിൽ 0 എന്ന് കിട്ടും. ഇനി 1999 on left and 1 particle on right. Okay, you'll see that there are 2000 different arrangements for that. Okay, അത് ഒറ്റ കാരണം ഈ 1 particle എന്ന് പറയുന്നത് ഈ 2000 particle ഏത് വേണമെങ്കിലും ആവാം. Each of them will count as one particular arrangement. So you see that the number of arrangements, okay, there are 2000. Alright, ഇത് 1-ൽ നിന്ന് 2000-ലേക്ക് പോയി. ഇനി 1998,2 ഒരു സൈഡിൽ 1998ഉം റൈറ്റ് സൈഡിൽ 2 പാർട്ടിക്കിൾസ് ആണെങ്കിൽ see that the number of microstates, the number of arrangements, number of complexions, okay, the number of complexions is dramatically increasing. Okay, from 1 to 2000 to a huge number. Okay, and then it becomes a really huge number, 3 particle on right side and left side 1997 എന്നുള്ള കോൺഫിഗറേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് you see that it's even difficult to count, right, to keep track of it. ഇങ്ങനെ ഡ്രമാറ്റിക്കലി കൂടി വന്ന് 1000,000 ഒരു സൈഡിൽ 1000, റൈറ്റ് സൈഡിൽ 1000, ലെഫ്റ്റ് സൈഡിൽ 1000 എന്നുള്ള കോൺഫിഗറേഷൻ ഈക്വിലിബ്രിയം കോൺഫിഗറേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് you will see that there are 2 into 10�600 arrangements. Okay, 10�600 is an unimaginably huge number. Okay, unimaginably huge number. Okay, this is like 1 കഴിഞ്ഞ് 600. Okay, അത്ര വലിയ നമ്പർ ആണ്. Right, so it's a huge number. Right, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം 1000,000 എന്നുള്ളൊരു appearance അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് കോൺഫിഗറേഷനിലെത്താൻ there are huge number of ways. Okay, there are huge number of ways in which your system can be in 1000,000 arrangement. There's only one way that the system can be in 2000,0 arrangement. Okay, അപ്പോൾ നമ്മൾ കാണുന്നത് ഈക്വിലിബ്രിയം സിറ്റുവേഷന് കറസ്പോണ്ടിങ് ആയിട്ട് there are large number of arrangements which give you the equilibrium appearance. Right, അതുകൊണ്ട് തന്നെ നമ്മൾ പറയും this is highly more probable. Okay, this is highly or overwhelmingly more probable. Okay, കാരണം കൂടുതൽ പ്രോബിൾ ആണെന്ന് പറയാൻ കാരണം ഈ രീതിയിലാവാൻ there are a large number of ways. Okay, this is overwhelmingly more probable than any other configuration. Okay, any other, let's say, microstate. Right, അപ്പോൾ ഇത്
ഇതിനെയാണ് നമ്മൾ ഹയസ്റ്റ് എൻട്രോപ്പി കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹയസ്റ്റ് എൻട്രോപ്പി കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഓൾസോ കറസ്പോണ്ട്സ് ടു ദ ഹയസ്റ്റ് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ്. ഓൾറൈറ്റ്, ഇറ്റ് ഓൾസോ കറസ്പോണ്ട്സ് ടു ദ ഹയസ്റ്റ് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ്. അപ്പോൾ ഏത് കോൺഫിഗറേഷന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഏറ്റവും അധികം മൈക്രോസ്റ്റേറ്റ്സ് ഉള്ളത്, മൈക്രോസ്കോപ്പിക് അറേഞ്ച്മെൻറ്റ്സ് ഉള്ളത്, അതിനെ തന്നെയാണ് നമ്മൾ ഹയസ്റ്റ് എൻട്രോപ്പി എന്നും വിളിക്കുന്നത്. ഓക്കെ, so this is why Boltzmann realized that there is a connection between. So Boltzmann actually realized that our entropy is a function of, it has to be some function of the number of microstates. Okay, there is a correspondence between the number of microstates and entropy. All right. Okay, അപ്പോൾ ഇവിടെ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ω1 മൾട്ടിപ്ലൈഡ് ബൈ ω2 എന്ന് എഴുതാം. ഓക്കെ, അതായത് ഒരു പാർട്ടീഷൻ, ഒരു സിസ്റ്റത്തിൻ്റെ രണ്ട് സിസ്റ്റം, ω1 നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സും ω2 നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ഉള്ള രണ്ട് സിസ്റ്റംസിന് നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരികയാണെന്ന് കരുതുക. റൈറ്റ്, സപ്പോസ് യു ആർ മിക്സിങ് ടു സിസ്റ്റംസ്. ഓക്കെ, ഒരു സിസ്റ്റത്തിന് ω1 മൈക്രോസ്റ്റേറ്റ്സ് ഉണ്ട്, അടുത്ത സിസ്റ്റത്തിന് ω2 മൈക്രോസ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ മൈക്രോസ്റ്റേറ്റ്സ് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ബിക്കംസ് ω1 മൾട്ടിപ്ലൈഡ് ബൈ ω2. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ഗെറ്റ് മൾട്ടിപ്ലൈഡ്. ഓക്കെ, ഇതിന് കാരണം എന്താണ്? ഈ ω1 ഒരു ω1 എന്ന് പറയുന്ന നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ആണെന്ന് പറഞ്ഞു അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൽ ω1 അറേഞ്ച്മെൻറ്റ്സ്, ഓക്കെ, ഇതിൽ ഒരു അറേഞ്ച്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഈ ω2 അറേഞ്ച്മെൻറ്റ്സിൽ ഒരെണ്ണം ഇതിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ തന്നെ യു ഗെറ്റ് 1 അറേഞ്ച്മെൻറ്റ്. ഓൾറൈറ്റ്, അങ്ങനെയല്ല. ഓക്കെ, നമുക്ക് ഇനീഷ്യലി ഒരു സിസ്റ്റത്തിൽ ω1 അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്, ഇതിൽ ω2 അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലെ ഈ ω2 അറേഞ്ച്മെൻറ്റ്സിൽ ഒരൊറ്റ അറേഞ്ച്മെൻറ്റ് എടുത്ത് ഇതിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ തന്നെ യു ഗെറ്റ് ω1 അറേഞ്ച്മെൻറ്റ്സ്. ഓൾറൈറ്റ്, അപ്പോൾ ഇതിലുള്ള രണ്ട് സെപ്പറേറ്റ് അറേഞ്ച്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ യു ഗെറ്റ് 2ω1. അങ്ങനെ. So totally, if there are ω1 arrangements corresponding to system 1 and ω2 arrangements corresponding to system 2, if you mix them, the total number of possible arrangements goes as ω1 multiplied by ω2. Alright, പക്ഷേ നമ്മൾ എൻട്രോപ്പി എന്ന് പറയുന്നത് ഇത് രണ്ട് സിസ്റ്റം നമ്മൾ മിക്സ് ചെയ്യുന്നതാണ്. ഓക്കെ, രണ്ട് സിസ്റ്റംസിനെ നമ്മൾ മിക്സ് ചെയ്യുന്നതാണ്. പക്ഷേ നമുക്കറിയാം എൻട്രോപ്പി എന്ന് പറയുന്നത് തെർമോഡൈനാമിക്സിൽ നമുക്കറിയാം ഇറ്റ്സ് ആൻ എക്സ്റ്റെൻസീവ് ക്വാണ്ടിറ്റി. എൻട്രോപ്പി ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. ഓക്കെ, എൻട്രോപ്പി ബിക്കംസ് S equal to S1 plus S2. Entropy just gets added up. Alright, അപ്പോൾ ഈ ഇതിൽ നിന്നാണ് you get a clue. നമ്മൾ പറഞ്ഞു, Boltzmann പറഞ്ഞു entropy has to be some function of the number of microstates. Okay, but the number of microstates get multiplied when you combine two systems, whereas the entropy gets added. Okay, അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? So this actually gives you a clue as to what function this has to be. That function is clearly log. Why? കാരണം log of ω1 ω2 എന്ന് പറയുന്നത് log ω1 plus log ω2 ആണ്. So you can write as S1 plus S2. Right? So what function is the suitable function? The log function is actually the only function that can do this. Alright, so if we now assume that there is a one-to-one correspondence between omega and S, there is only one mathematical function that satisfies both the above equations, the logarithm. Alright, so that's the reason why Boltzmann, probably it was Boltzmann who came to the conclusion that S is proportional to log omega. Now there is a proportionality constant. This proportionality constant is the familiar Boltzmann constant. So we have got S equal to k log omega. That's the entropy. Okay, that's the equation for entropy, and this is known as Boltzmann's, let's say Boltzmann equation. Okay, this is the Boltzmann, very important equation. Right, this is actually the key equation which brings together the microscopic behavior and the macroscopic thermodynamic behavior. അത് വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ്. തെർമോഡൈനാമിക്സും സ്റ്റാറ്റിസ്റ്റിക്കൽ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് ക്വാണ്ടിറ്റീസും മൈക്രോസ്കോപ്പിക് ക്വാണ്ടിറ്റീസും തമ്മിലുള്ള കണക്ഷൻ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇക്വേഷനാണ് ഈ ബോൾട്സ്മാൻസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ് ദാറ്റ് നമ്മുടെ ബോൾട്സ്മാൻ്റെ ടൂം സ്റ്റോണിൽ ആക്ച്വലി ഈ ഇക്വേഷനാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, ബോൾട്സ്മാൻ അല്ല ആക്ച്വലി ഈ ഇക്വേഷൻ്റെ ഈ ഒരു എക്സാക്ട് ഫോം എഴുതി ബോൾട്സ്മാൻ അല്ല, ബട്ട് ഇറ്റ് വാസ് ബോൾട്സ്മാൻ ഐഡിയ. ഓക്കെ, ബോൾട്സ്മാൻ ആക്ച്വലി കെയിം ടു ദിസ് പെർട്ടിക്കുലർ കൺക്ലൂഷൻ. Okay, so it's a very important equation in all of physics. Okay, let's look at an example of a harmonic oscillator. Alright, അപ്പോൾ നമ്മൾ വൺ ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്റർ ഇതിനെക്കുറിച്ചൊരു ചോദ്യം നമ്മൾ മുൻപ് കണ്ടിരുന്നു, അതുകൊണ്ടാണ് ഈ എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാൻ കരുതിയത്. റൈറ്റ്, നമ്മളൊരു വൺ ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഫേസ് സ്പേസ് എങ്ങനെയായിരിക്കും നോക്കാം.
The Hamiltonian of a harmonic oscillator is വളരെ ക്വിക്ക്, വളരെ ബ്രീഫായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് p²/2m + ½ kq². ഓക്കെ, വൺ ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഹാമിൽട്ടോണിയൻ, റൈറ്റ്. എം എന്ന് പറയുന്നത് മാസ് ഓഫ് ദ പാർട്ടിക്കിൾ, കെ എന്ന് പറയുന്നത് ഓസിലേറ്റർ കോൺസ്റ്റൻറ്റ്. ഓക്കെ, സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ആവാം. ഇറ്റ് ഹാസ് സംതിങ് ടു ഡു വിത്ത് ദ ഓസിലേറ്റർ. ഓക്കെ, റൈറ്റ്. ഇനി ഇത് ഒരു വൺ ഡയമെൻഷണൽ സിസ്റ്റമാണ്. പിന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫേസ് സ്പേസ് എന്ന് പറയുന്നത് 2 ഡയമെൻഷനിലാണ്. ഓക്കെ, ആ 2 ഡയമെൻഷണൽ ഫേസ് സ്പേസ് ആണ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഒരു ആക്സിസിൽ Q, ഒരു ആക്സിസിൽ P. Right. In Hamiltonian, you see that it does not explicitly depend on time, which means that the energy is a conserved quantity. The energy, നമുക്ക് എഴുതാം h = p²/2m + ½ kq² is equal to constant. Right. അപ്പോൾ ഇത് ഈ ഒരു കണ്ടീഷൻ, ഓക്കെ, p²/2m + ½ kq² is equal to constant എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. It defines an ellipse. It defines an ellipse on phase space. This is an equation for an ellipse. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ p²/2m + ½ kq² is equal to E എന്ന് പറയുന്നത്, you can rearrange it as p²/2me or p²/2me plus q² divided by 2e/k is equal to 1. This is of the form x²/a² plus y²/b² equal to 1. It's an equation of an ellipse. അപ്പോൾ ഈ എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഡിഫറെൻറ്റ് എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഡിഫറെൻറ്റ് എലിപ്സസ് കിട്ടും. റൈറ്റ്. അപ്പോൾ ഇവിടുത്തെ ഹാഫ് ആക്സിസ് എന്ന് പറയുന്നത് √2me. ഓക്കെ, സെമി മൈനർ ആക്സിസും സെമി മേജർ ആക്സിസും ഒന്ന് √2me ആണ്, മറ്റേ √2e ഡിവൈഡഡ് ബൈ k അല്ലേ. കാരണം ഇക്വേഷൻ ഓഫ് എലിപ്സ് എന്ന് പറയുന്നത് x²/a² പ്ലസ് y²/b² is equal to 1 എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഈ എലിപ്സിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത്, എലിപ്സിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ πab മൾട്ടിപ്ലൈ ചെയ്താൽ മതി. റൈറ്റ്, ആൻഡ് യു വിൽ ഗെറ്റ് 2πe ഡിവൈഡഡ് ബൈ ഒമേഗ. ഇവിടെ ഒമേഗ എന്ന് പറയുന്നത് √k/m ആണ്, ബിക്കോസ് k is equal to ½ m ω². ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട കാര്യം ഇതല്ല, അല്ല നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്. ഇനി ഈ സിസ്റ്റത്തിൻ്റെ ടൈം ഇവല്യൂഷൻ, സിസ്റ്റം ടൈമിൽ ഇവോൾവ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഈ ഫേസ് ഇനീഷ്യലി ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കും ഇതിൻ്റെ സിസ്റ്റത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ്, ഫേസ് സ്പേസിൽ ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കും. ദെൻ ഇറ്റ് ഇവോൾവ്സ് എലോങ് ദ വാട്ട് ഈസ് എ ഹൈപ്പർ സർഫസ് ഡിഫൈൻഡ് ബൈ ദ കണ്ടീഷൻ h = e. h = e എന്നുള്ള കണ്ടീഷൻ ഡിഫൈൻ ചെയ്യുന്ന സർഫസിലൂടെ. സർഫസ് എന്ന് പറയുന്നത് ജനറലായിട്ട് പറയുന്നത്, ഇവിടെ ഈ കേസിൽ ഒരു ലൈനാണെന്ന് പറയും, കാരണം ഇറ്റ്സ് എ 1 ഡയമെൻഷണൽ സിസ്റ്റം. ഓഫ് ദ ഫേസ് സ്പേസ് ഇസ് 2 ഡയമെൻഷൻ. ഇവിടുത്തെ സർഫസ് എന്ന് പറയുന്നത് ഒരു ലൈനാണ്. ഓക്കെ, in the figure we have drawn 2 such ellipses which differ only slightly in energy. ഇനി പ്രധാനപ്പെട്ട കാര്യം നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് E എന്നുള്ള എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു എലിപ്സും ഉണ്ട്, E + ΔE എന്ന് പറയുന്ന എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു എലിപ്സും നമുക്ക് ഇതിനകത്ത് വരയ്ക്കാം. കാരണം ഡിഫറെൻറ്റ് എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഡിഫറെൻറ്റ് എലിപ്സസ് ആണ് നമുക്ക് ഉള്ളത്. ഓക്കെ, ഇനി നമ്മളൊരു സിസ്റ്റം നമ്മൾ എത്ര തന്നെ ഐസൊലേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ എനർജി കംപ്ലീറ്റ്ലി കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്താൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഓക്കെ, എത്ര തന്നെ ഐസൊലേറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും there will be some interaction with the surroundings. Alright, so there may be a small uncertainty, or there may be a small change in the energy. Alright, അപ്പോൾ ഒരു എനർജി ഫിക്സ്ഡ് എനർജി ഉണ്ടെന്ന് പറയുന്നതിനേക്കാളും പൊതുവേ നമ്മൾ പറയുക എനർജി ഈസ് ബിറ്റ്വീൻ E and E + ΔE. ഓൾറൈറ്റ്, ഒരു അലൗഡ് റേഞ്ച് ഓഫ് എനർജി ΔE എന്നുള്ള റേഞ്ചാണ് നമ്മൾ പൊതുവേ ഡിഫൈൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കണ്ടീഷനാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. ഓൾറൈറ്റ്, ഇനി ഇതിനർത്ഥം നമ്മൾ സിസ്റ്റത്തിൻ്റെ എനർജി നമ്മുടെ എന്താണ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ എനർജി ഇയുടെയും E + ΔEയുടെയും ഇടയിലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദ റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ് ഈസ് ബിറ്റ്വീൻ ദിസ് എലിപ്സ് കറസ്പോണ്ടിങ് ടു E and E + ΔE. ഓക്കെ, ഇയുടെയും E + ΔEയുടെയും ഇടയിലാണ് സിസ്റ്റത്തിൻ്റെ എനർജി എന്ന് സ്പെസിഫൈ ചെയ്ത് അതിൻ്റെ അർത്ഥം ദ റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ് ഈസ് വിത്തിൻ ദ ഷെയ്ഡഡ് റീജിയൻ. ഇറ്റ് കനോട്ട് ബി എനിവെയർ എൽസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് ദ ആക്സസിബിൾ റീജിയൻ. ദിസ് ഇസ് ദ ആക്സസിബിൾ റീജിയൻ. സിസ്റ്റത്തിൻ്റെ ആക്സസിബിൾ ആയിട്ടുള്ള റീജിയൻ ഫേസ് സ്പേസ് റീജിയൻ ഈ ഷെയ്ഡ് ചെയ്ത റീജിയനാണ്. ഓക്കെ, ബിറ്റ്വീൻ ദ എലിപ്സസ് കറസ്പോണ്ടിങ് ടു E and E + ΔE. ഓക്കെ, ഓക്കെ. So each point on the ellipses corresponds to a concrete state of motion of the oscillator with an energy between E and E + ΔE at a given moment. Right, അപ്പോൾ ഇതിൽ ഏതൊരു പോയിന്റ് എടുത്താലും ഇതിൻ്റെ ഉള്ള ഓരോ പോയിന്റും ഇതിൻ്റെ ഒരു പോസിബിൾ അലൗഡ് കോൺഫിഗറേഷനാണ്, സിസ്റ്റത്തിൻ്റെ ഒരു പോസിബിൾ അലൗഡ് സ്റ്റേറ്റ് ആണ്. കോൺഫിഗറേഷൻ ഉള്ളതിനേക്കാളും സിസ്റ്റത്തിൻ്റെ ഒരു പോസിബിൾ അലൗഡ് സ്റ്റേറ്റ് ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു എൻസംബിൾ എടുക്കുകയാണെങ്കിൽ ലാർജ് നമ്പർ ഓഫ് ഹാർമോണിക് ഓസിലേറ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ, ഓക്കെ, വിത്ത് എനർജി ബിറ്റ്വീൻ E and E + ΔE. ഓക്കെ, സപ്പോസ്
you are saying that you are taking a large number of identical harmonic oscillators, all with energy between E and E plus delta I. ഇതിനെയാണ് നമ്മൾ എൻസെമ്പിൾ എന്ന് പറയുന്നത്. ആൻഡ് യു പിക്ക് വൺ ഹാർമോണിക് ഓസിലേറ്റർ അറ്റ് റാൻഡം. നമ്മൾ ലാർജ് നമ്പർ ഓഫ് ഹാർമോണിക് ഓസിലേറ്റർ ഇതേ കണ്ടീഷനിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് നിർത്തുക. അതിൽ ഒരെണ്ണം റാൻഡം ആയിട്ട് എടുക്കുകയാണെങ്കിൽ ദ റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ് കറസ്പോണ്ടിങ് ടു ദാറ്റ് വിൽ ബി വിത്തിൻ സംവെയർ വിത്തിൻ ദിസ് റീജിയൻ. ഇതിലെവിടെയെങ്കിലും ആയിരിക്കും അതിൻ്റെ ആ റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ് ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഷെയ്ഡഡ് റീജിയൻ ഓൾസോ കറസ്പോണ്ട്സ് ടു എ സ്വാം ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ്സ്. ഓക്കെ, കളക്ഷൻ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ്സ്. So let's say representing all allowed microstates. Okay, microstates എന്ന് പറയുന്നത് സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിൻ്റെ സ്പെസിഫിക്കേഷനാണ്. ഓക്കെ, റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ് എന്ന് പറയുന്നത് മൈക്രോസ്റ്റേറ്റിനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഈ റീജിയൻ, ഈ ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുന്നത് you can consider it as a collection of representative points representing all the allowed microstates. Alright, ഇതിനെ തന്നെയാണ് നമ്മൾ എൻസെമ്പിൾ എന്ന് പറയുന്നത്. സോ എൻസെമ്പിൾ, ആസ് വി സെഡ് ബിഫോർ, ദിസ് ഇസ് ആക്ച്വലി ദിസ് ഷെയ്ഡഡ് റീജിയൻ ഓൾസോ കറസ്പോണ്ട്സ് ടു എൻസെമ്പിൾ, the ensemble corresponding to one-dimensional harmonic oscillator. Okay, so each ensemble എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. Each such phase space point can be identified with a copy of the actual oscillator in a certain state of motion. This means that the hypersurface also reflects the phase space distribution of many equal systems at one moment. Okay, clearly ഇതിലുള്ള ഓരോ പോയിന്റും സിസ്റ്റത്തിൻ്റെ ഒരു പോസിബിൾ കോൺഫിഗറേഷനാണ്. ഇതെല്ലാം ഈക്വലി അലൗഡ് ആണ്. ഓക്കെ, ഈക്വലി അലൗഡ് ആണ്. ഇറ്റ് കുഡ് ബി ഇൻ എനി ഓഫ് ദിസ്. ആണ് ഈക്വൽ എപ്രയറി പ്രോബബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ, അല്ലെ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിഫറൻസ് എന്നും പറയും. Okay, a collection of such phase space points which are consistent with a certain macroscopic properties. Okay, ഇവിടുത്തെ macroscopic property എന്ന് പറയുന്നതാണ് the energies between E and E plus delta E. Alright, അപ്പോൾ ഇതിലുള്ള ഓരോ പോയിന്റും, ഈ ഷെയ്ഡഡ് റീജിയനിലുള്ള ഓരോ പോയിന്റും ഈ ഒരു മാക്രോസ്കോപ്പിക് സ്പെസിഫിക്കേഷൻ, ഈ ഒരു മാക്രോസ്റ്റേറ്റ്, ഈ ഒരു മൈക്രോസ്റ്റേറ്റിന് കറസ്പോണ്ട് ചെയ്യുന്ന മൈക്രോസ്റ്റേറ്റ്സ് ആണ് ഈ ഷെയ്ഡഡ് റീജിയനിൽ മുഴുവൻ. ഈ ഷെയ്ഡഡ് റീജിയനിലുള്ള ഓരോ പോയിന്റും ഇറ്റ്സ് എ പോസിബിൾ മൈക്രോസ്റ്റേറ്റ് കറസ്പോണ്ടിങ് ടു ദ മൈക്രോസ്റ്റേറ്റ്. ആൻഡ് വാട്ട്സ് എ മൈക്രോസ്റ്റേറ്റ്? ദ മൈക്രോസ്റ്റേറ്റ് ഈസ് ദ സ്പെസിഫിക്കേഷൻ ദാറ്റ് ദ എനർജി ഈസ് ബിറ്റ്വീൻ ഇ ആൻഡ് ഇ പ്ലസ് ഡെൽറ്റ ഇ. ഓക്കെ, ഇത് ക്ലിയർ ആയി കരുതുന്നു. ഇതിനാണ് നമ്മൾ എൻസെമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ എൻസെമ്പിൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഓൾ ദ മൈക്രോസ്റ്റേറ്റ്സ് വിച്ച് ആർ what is consistent with the given microscopic specification. ഇനി യഥാർത്ഥത്തിൽ നമ്മൾ ഫേസ് സ്പേസ് എന്നൊക്കെ പറയുമ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്കലി മാത്രം നോക്കുകയാണെങ്കിൽ ദർ ഇസ് എ കണ്ടിന്യൂം ഓഫ് ഫേസ് സ്പേസ് പോയിന്റ്സ്. ഓക്കെ, ബിറ്റ്വീൻ എനി റീജിയൻ ദർ സീംസ് ടു ബി ദർ ആൻ ഇൻഫിനിറ്റ് പോയിന്റ്സ്, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ട്. കാരണം കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പൊസിഷനും മൊമെൻറ്റും രണ്ടും കണ്ടിന്യൂസ് ആയിട്ടുള്ള വേരിയബിൾസ് ആണ്. ഓക്കെ, സോ ആക്ച്വലി ഇറ്റ് സീംസ് ദാറ്റ് ദർ ആർ ആൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ഹിയർ. ദർ സീംസ് ടു ബി ആൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ഹിയർ. ഓൾറൈറ്റ്, പക്ഷേ നമുക്ക് നമ്മുടെ ഈ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഫിസിക്കൽ സിസ്റ്റംസിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ നേച്ചർ എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്കലാണ്. അതുകൊണ്ട് തന്നെ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ അൺസർട്ടനിറ്റി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ ക്വാണ്ടം മെക്കാനിക്കൽ അൺസർട്ടനിറ്റി ഉള്ളതുകൊണ്ട് തന്നെ വിൽ സീ ദാറ്റ് ദിസ് അൺസർട്ടനിറ്റി വിൽ ആക്ച്വലി ലീഡ് us to the fact that there are only a finite number of allowed states. ഓക്കെ, അപ്പോൾ നമ്മൾ ശരിക്കും ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് പഠിച്ചു വരുമ്പോൾ തന്നെ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ചില ഹിൻറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. So in principle there is of course a continuity of phase space points also on one energy surface, but as an illustration we often select a finite number of representative phase space points. Okay, usually നമ്മൾ finite number of representative points ആണ് എടുക്കുക. അതിനൊരു വളരെ ഡീപ്പായിട്ടുള്ള ഫിസിക്കൽ റീസൺ ഉണ്ട്. റൈറ്റ്, the reason why we are justified in taking a finite number of representative points instead of infinite number. Okay, അതിൻ്റെ ബേസിക് റീസൺ ക്വാണ്ടം മെക്കാനിക്കലാണ്. റൈറ്റ്, അത് നമ്മൾ താമസിയാതെ കാണും. റൈറ്റ്, ഇപ്പോൾ നമ്മൾ ഫേസ് സ്പേസിനെ കുറിച്ച് പറഞ്ഞു. ഫേസ് സ്പേസിലുള്ള എൻസെമ്പിളിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് പറഞ്ഞു. പക്ഷേ നമ്മുടെ പ്രധാനപ്പെട്ട എയിം നമ്മൾ പറഞ്ഞു ഫണ്ടമെൻ്റൽ റിലേഷൻ എന്ന് പറയുന്നത് കെ എസ് ഈക്വൽ ടു കെ ലോഗ് ഒമേഗ എന്നുള്ളതാണ്. ഒക്കെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഉദ്ദേശം ഈ ഒമേഗ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. റൈറ്റ്, അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ പല കേസിലും വളരെ കോംപ്ലിക്കേറ്റഡ് ആവും. പക്ഷേ ഈ കാൽക്കുലേഷൻ ചെയ്യാൻ നമ്മൾ ആദ്യം റിയലൈസ് ചെയ്യേണ്ടത് യു ക്യാൻ ആക്ച്വലി റിലേറ്റ് ദിസ് ഒമേഗ വിത്ത് ദ area of the relevant region of space, phase space. Okay, area and volume.
can relate this omega to the area and volume of the phase space. Alright, നമ്മൾ ഏരിയ അല്ലെങ്കിൽ ഫേസ് സ്പേസ് വോള്യൂം എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. നമ്മൾ യൂഷ്വൽ 3 ഡയമെൻഷൻ സ്പേസിൽ നമുക്ക് ഡി എക്സ് ഡി വൈ ഒരു 2 ഡയമെൻഷൻ സ്പേസിൽ ഓക്കെ എക്സ് വൈ എന്നൊരു സ്പേസിൽ യു ക്യാൻ ഡിഫൈൻ എനി വോള്യൂം എലിമെൻറ്റ് ആസ് ഡി എക്സ് മൾട്ടിപ്ലൈഡ് ബൈ ഡി വൈ. Right? In the same way, ഒരു 1-dimensional സിസ്റ്റത്തിൻ്റെ ഫേസ് സ്പേസ് 2-dimensional you can define volume elements by dq dp. Alright? So in 3-dimensional space, this would be d3nq, d3np. Alright? d3nq, d3np. Okay? In generally, നമ്മൾ ഇതിനെ d omega എന്നും എഴുതും. Okay? d omega എന്ന് പറയുന്നത് it's an infinitesimal volume element in phase space. Okay? This is an infinitesimal volume element on phase space. Okay, the phase space element d3nq, d3np, which can be of finite size, is called a phase space cell. All right, ഇതിനെ നമുക്കൊരു phase space cell ആണെന്ന് phase space cell എന്ന് വിളിക്കാം. All right, phase space cell with a infinitesimal volume. Okay. So hence we are able to relate volumes to certain regions of phase space. Okay. So this allows us to relate some kind of a volume. Okay. It's a higher dimension space volume. Okay. It's not usual 3-dimensional space volume, but we can always relate some sort of a volume to this 6n dimensional space called phase space. Okay. That's mathematically very well defined process. This volume phase space volume defines. Okay. In general, phase space volumes shall be abbreviated with the letter omega. നമ്മൾ phase space വോള്യൂംസിന് ഉപയോഗിക്കുന്ന ലെറ്റർ ആയിരിക്കും ഒമേഗ. അതേസമയം സ്പേഷ്യൽ വോള്യൂംസിന് നമ്മൾ വി എന്നുള്ള ലെറ്റർ തന്നെയായിരിക്കും ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ d3nq d3np എന്നുള്ളതിന് നമ്മൾ d omega എന്ന ഷോർട്ട് ഹാൻഡ് നൊട്ടേഷനിൽ എഴുതും. Alright, now for example, the phase space volume between the ellipses corresponding to E and E plus delta E. Okay, അതായത് നമ്മളിവിടെ പറഞ്ഞു ഉദാഹരണത്തിന് ഈ കേസിൽ you can ask the question, what's the phase space volume corresponding to this region? Okay, shaded region phase space volume എന്താണ് എന്ന് നമുക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. റൈറ്റ്, അതിന് നമ്മൾ എഴുതുന്നത് ദാറ്റ്സ് ഇൻറ്റഗ്രൽ dq dp. Okay, integral dq dp എന്ന് പറയുമ്പോൾ you will be integrating over all phase space, right? But you should carry out the integral only on the region which satisfy this condition. Right, അതായത് the Hamiltonian H has a lower limit E and an upper limit E plus delta E. Okay, അതായത് H ഇയുടെയും E plus delta ഇയുടെയും അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത് ഇയുടെയും E plus delta ഇയുടെയും ഇടയിൽ വരുന്ന ഫേസ് സ്പേസ് റീജിയൻ്റെ വോള്യൂം എന്നാണ് നമ്മൾ ഈ ഒരു നൊട്ടേഷൻ കൊണ്ട് മനസ്സിലാക്കേണ്ടത്. Right, so this delta omega here is the volume of the phase space, okay, which is consistent, or the volume of the phase space region which is consistent with this particular condition. Alright, നമ്മൾ integral dq dp എന്ന് പറയുമ്പോൾ entire phase space ന്റെ volume ആണ്. But now you are restricting. Okay, you are not carrying out the integration over all phase space, but you are only taking that particular region of phase space where this condition is satisfied. Okay, actually it's less than or equal to. ഇതിനെ തന്നെ നമുക്ക് dq dp എന്നുള്ളതിന് d omega എന്നുള്ള രീതിയിൽ. ഇതാണ് 1-dimensional സിസ്റ്റത്തിൻ്റെ റെലവൻറ്റ് അലൗഡ് റീജിയൻ്റെ ഫേസ് സ്പേസ് വോള്യൂം എന്ന് പറയുന്നത്. Alright, ഇനി നമുക്ക് സർഫസ് ഏരിയ, ഇതുപോലെ വോള്യൂം റിലേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് സർഫസ് ഏരിയയും റിലേറ്റ് ചെയ്യാം. ഓക്കെ, സർഫസ് ഏരിയ എന്ന് പറയുന്നത് സിഗ്മ ഓഫ് ഇ ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇ ഈക്വൽ ടു എച്ച് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞൊരു സർഫസിനെ ഡിഫൈൻ ചെയ്യും. ഇവിടെ നമ്മൾ ഒരു റേഞ്ച് ഓഫ് എനർജീസ് ആണ് അല്ലേ, ഒരു റേഞ്ച് ഓഫ് എനർജീസ് ആണ് ബിറ്റ്വീൻ ഇ ആൻഡ് ഇ പ്ലസ് ഡെൽറ്റ ഇ. റൈറ്റ്, പിന്നെ നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ് എച്ച് ഈക്വൽ ടു ഇ എന്നുള്ള കണ്ടീഷൻ ഇറ്റ് ഡിഫൈൻസ് എ സർഫസ്. ദിസ് ഡിഫൈൻസ് എ സർഫസ് ഓൺ ഫേസ് സ്പേസ്. ഓക്കെ, ദിസ് ഡിഫൈൻസ് എ സർഫസ് ഓൺ ഫേസ് സ്പേസ്. ഈ സർഫസിൻ്റെ ഒരു ചെറിയ ഏരിയ എലിമെൻറ്റിനെയാണ് നമ്മൾ ഡി സിഗ്മ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ സിഗ്മ ഓഫ് ഇ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഇ ഈസ് ഈക്വൽ ടു എച്ച് h of q comma p d sigma. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്, ദിസ് ഇസ് ദ വോള്യൂം, ദിസ് ഇസ് ദ ഏരിയ, ദിസ് ഇസ് ദ സർഫസ് ഏരിയ, ദിസ് ഇസ് ദ സർഫസ് ഏരിയ ഓഫ് ദ ഹൈപ്പർ സർഫസ്. ഓക്കെ, ഹൈപ്പർ സർഫസ് എന്ന് പറയുന്നത് it is a surface in arbitrary dimensions, okay, not just 3 dimensions. Surface area of the hyper surface defined by, what's this hyper surface defined by? Defined by the condition
H is equal to E. ഇതാണ് ഫേസ് സ്പേസിൻ്റെ റെലവൻറ്റ് റീജിയൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഡി സിഗ്മ എന്ന് പറയുന്നത് സർഫസ് ഏരിയ എലിമെൻ്റ് ആണ്, അല്ലെ സർഫസ് എലിമെൻ്റ് ആണ്. റൈറ്റ്. നൗ in the case of example of one-dimensional harmonic oscillator, the notion of energy surface must not be taken too literally. കാരണം നമ്മൾ one-dimensional system എടുക്കുമ്പോൾ H equal to E is actually a line. Okay, it's actually a line. അപ്പോൾ അവിടെ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ഈ സർഫസ് എന്നുള്ള വാക്ക് ഒരു ജനറൽ സെൻസിലാണ് ഉപയോഗിക്കുന്നത്. റൈറ്റ്. സോ H equal to E defines a line for a one-dimensional system. Okay, the notion of energy surface must not be taken too literally, since here the area corresponds to one-dimensional circumference of the ellipse. Okay, അപ്പോൾ ഈ കേസിൽ ഏരിയ എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ദ സർക്കംഫറൻസ് ഓഫ് ദ എലിപ്സ്. റൈറ്റ്. കാരണം 2-dimensional ഫേസ് സ്പേസിൽ H equal to E എന്ന് പറയുന്നത് ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് 2-dimensional സർഫസ് സ്പേസിലുള്ള നമ്മൾ വോള്യൂം എന്ന് വിളിക്കുകയാണെങ്കിൽ ഏരിയ കറസ്പോണ്ട്സ് ടു സർഫസസ് കറസ്പോണ്ട്സ് ടു ലൈൻസ്. അപ്പോൾ ഇവിടെ ഏരിയ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്ന ഒരു ജനറൽ സെൻസിലാണ്. നമ്മുടെ ഈ പെർട്ടിക്കുലർ കേസിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ഈ എക്സാമ്പിളിൽ ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് H equal to E എന്ന് പറയുന്ന ഏരിയ എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഒരു എലിപ്സിൻ്റെ സർക്കംഫറൻസ് ആണ്. റൈറ്റ്. ഓക്കെ, സോ ദിസ് ഇസ് എ ജനറൽ ടേം ദാറ്റ് വി യൂസ്, ഏരിയ. റൈറ്റ്. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട താല്പര്യം നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഈ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സിനെ ഏരിയ ആയിട്ടും വോള്യൂമായിട്ടും എങ്ങനെ റിലേറ്റ് ചെയ്യാം എന്ന് നോക്കുന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം. സോ ലെറ്റ് us now consider a closed system. Such a system can be characterized by the natural variables of the state E, V and N according to thermodynamics. Alright, ഇതിവിടെ പറയുന്ന ഇത്രയേ ഉള്ളൂ. You are specifying the microstates by these three variables: the total number of particles, the total volume and the total energy. Okay, the given container volume in this case restricts the possible coordinates of the particles, because while the total energy is given, only phase space points on the energy surface are allowed. Alright, അപ്പോൾ നമ്മൾ മൈക്രോസ്റ്റേറ്റ് N, V, E ആണെന്ന് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ what are the allowed microstates corresponding to this microstate? Okay, അപ്പോൾ ഇവിടെ എനർജി സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞത് കാരണം this specification of energy H equal to E, it defines some sort of a hypersurface on your phase space. Okay, phase space റഫായിട്ട് വരയ്ക്കുകയാണ്. It's a 6n-dimensional phase space. ഓക്കെ, അപ്പോൾ ഈ എനർജി നമ്മൾ സ്പെസിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അർത്ഥം ഈ ഫേസ് സ്പേസിൻ്റെ എൻറ്റയർ റീജിയൻ സിസ്റ്റത്തിന് ആക്സസിബിൾ അല്ല. ഓൺലി ദോസ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് വിച്ച് ലൈ ഓൺ ദിസ് ഹൈപ്പർ സർഫസ് ആർ ആക്സസിബിൾ. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മൾ ഈ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ക്ലിയർലി ദ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ്, okay, I'll already give you a hint, the number of microstates omega must be proportional to this area of the hypersurface. Okay, ശരിയല്ലേ? കാരണം ഈ ഏരിയ കൂടുകയാണെങ്കിൽ വോളിയം കൂടും, ഈ അലൗഡ് ഏരിയ കുറയുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഏരിയ കൂടുകയാണെങ്കിൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് കൂടും, because there will be more representative points in the allowed region. ഈ ഏരിയ കുറയുകയാണെങ്കിൽ the number of microstates also will decrease. Alright, so you can say that this omega, the number of microstates, is actually proportional to the area of the allowed region of phase space. Okay, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഫേസ് സ്പേസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നതിലൂടെ. ഓക്കെ, നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ റെലവൻറ്റ് റീജിയൻ ഓഫ് ഫേസ് സ്പേസ്. ഓൾറൈറ്റ്, അറ്റ്ലീസ്റ്റ് ഇറ്റ്സ് പ്രൊപ്പോർഷണൽ. അപ്പോൾ ഈ കേസിലാണെങ്കിൽ alright, let's just continue. Okay, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ strictly speaking there will be an infinite number of representative points in a classical sense, okay, in any given region, but quantum mechanically this is not allowed. Right, so we'll actually say that the number of microstates omega is proportional to the area of the allowed region of phase space. ഈ proportionality constant നമുക്ക് sigma 0 എന്ന് വിളിക്കാം. Okay, ഈ സിഗ്മ 0 ഇവിടെ എന്താണ്? ദിസ് ഇസ് ആക്ച്വലി ദ ഏരിയ ഓക്യുപ്പൈഡ് ബൈ ഓർ ദ വോള്യൂം ഓക്യുപ്പൈഡ് ബൈ എ സിംഗിൾ മൈക്രോസ്റ്റേറ്റ്. ഒരു സിംഗിൾ റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ് ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് ഇറ്റ് വിൽ ഓക്യുപ്പൈ an amount of volume in phase space. Alright, ആ വോള്യൂമാണ് ഈ സിഗ്മ 0 എന്ന് പറയുന്നത്. Alright, so clearly sigma 0, this is the volume occupied by one microstate multiplied by the total number of microstates must give you the area, okay, the entire area of the relevant region of phase space. Okay, so this makes sense. Right?
അതാണ് ഇവിടെ സിഗ്മ 0 എന്ന് എഴുതുന്നത്. സോ ക്ലിയർലി ദ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ക്യാൻ ബി റിട്ടൺ ആസ് ദ ഏരിയ ഓഫ് ദ റെലവൻറ്റ് റീജിയൻ ഡിവൈഡഡ് ബൈ ദ area taken up by one single microstate. Okay, ഇവിടെ സിഗ്മ എന്താണ്? This is the area of the relevant region of phase space. The relevant region is defined by this condition. The relevant region എന്ന് പറയുന്നത് it's defined by the condition h equal to E. Alright, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതാണ് നമ്മൾ മൈക്രോസ്റ്റേറ്റിനെ ഈ രീതിയിൽ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, okay, if you define the microstate by specifying the number, the total volume and the total energy, okay, a fixed value of energy, അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? യു ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റെലവൻറ്റ് റീജിയൻ ഓഫ് ഫേസ് സ്പേസ്. ഓക്കെ, ഈ ഹൈപ്പർ സർഫസിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. Alright, and then divide it by the area which will be taken up by a single microstates. That will obviously give you the number of microstates. Okay, so now what we do here is that you are relating the number of microstates with an area in phase space. Alright, പക്ഷേ ഈ ഏരിയ കണ്ടുപിടിക്കുന്ന usually it's more complicated. Alright, this equation itself can be quite complicated. Alright, അതുകൊണ്ട് maybe volume calculation of phase space volume is more easy sometimes. Okay, അപ്പോൾ ഈ ഏരിയയും ഫേസ് സ്പേസിൻ്റെ വോള്യത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം. Okay, that would make life easier. Right, so that's the next thing that we do, number of microstates and volume. The direct calculation of omega by calculating the surface area is usually complicated, since an integration over a complicated surface in a very high dimensional space is required. Okay, in most cases the calculation of volumes in such spaces is easier. Usually the calculation of volume is easier rather than the calculation of some sort of hypersurface. Alright, some sort of hypersurface. It could be a complicated hypersurface. Okay, അപ്പോൾ ഇതിനേക്കാളും എളുപ്പം ഈ ഹൈപ്പർ സർഫസിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനേക്കാളും എളുപ്പം മിക്ക കേസുകളിലും ഇതിൻ്റെ വോള്യം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ ഈ വോള്യം കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ കഴിയും. അതാണ് നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ ഉദ്ദേശം ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ബട്ട് ലെറ്റ്സ് സീ ഹൗ വി ക്യാൻ കാൽക്കുലേറ്റ് ഇറ്റ് ഫ്രോം ദ വോള്യം. ഓക്കെ, അപ്പോൾ ഈ ഇ കൊമ വി കൊമ എൻ കറസ്പോണ്ട് ചെയ്യുന്ന വോള്യം നമ്മൾ ഒമേഗ എന്നാണ് എഴുതുന്നത്. റൈറ്റ്, സോ ഒമേഗ ഈസ് ദ ടോട്ടൽ ഫേസ് സ്പേസ് വോള്യം, ദ ബൗണ്ടറി ഓഫ് വിച്ച് ഇസ് ഗിവൺ ബൈ ദ എനർജി ഹൈപ്പർ സർഫസ് ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് ക്യൂ കൊമ പി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇത് റഫായിട്ട് വരയ്ക്കുകയാണ്. ഓക്കെ, സപ്പോസ് നമുക്കിങ്ങനെ ഒരു ഹൈപ്പർ സർഫസ് ഉണ്ട്. ഓക്കെ, ഹൗ ഡു ഐ ഡ്രോ ഹൈപ്പർ സർഫസ്? ഉദാഹരണത്തിന് സ്ഫെറിക്കൽ ഹൈപ്പർ സർഫസ് ആണെന്ന് കരുതുക. Okay, suppose you are talking about some sort of a spherical hypersurface. Okay, അതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ മാത്രം വരയ്ക്കാം. ഓക്കെ, നമുക്ക് വേണ്ടത് ഈ ഹൈപ്പർ സർഫസിൻ്റെ ഏരിയ ആണ്. നമ്മൾ എന്താ ചെയ്യുന്നത്? യു കാൽക്കുലേറ്റ് ദ വോള്യം ഓഫ് ദിസ് എൻറ്റയർ ദിസ് എൻറ്റയർ ഫേസ് സ്പേസ് വോള്യം. ഓക്കെ, ഇതിൻ്റെ എൻറ്റയർ വോള്യം, ഈ സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്നതിന് വരെ ഇതിൻ്റെ എൻറ്റയർ വോള്യം നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, അപ് ടു ദിസ് സർഫസ്, 0 മുതൽ ഈ സർഫസ് വരെ. റൈറ്റ്, ഇനി ഇതിൽ നമുക്ക് സർഫസ് ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. റൈറ്റ്, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒമേഗ ഇസ് ഈക്വൽ ടു, ഇവിടെ നമ്മുടെ കണ്ടീഷൻ എച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ എന്നുള്ളതാണ്. എച്ച് ഈക്വൽ ടു എന്ന് പറയുന്ന ഒരു ഹൈപ്പർ സർഫസ് ആണ്. ഓക്കെ, നമ്മൾ എടുക്കുന്നത് എച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ എന്നുള്ള കണ്ടീഷനാണ്. അതിന് കറസ്പോണ്ടിങ് ചെയ്യുന്ന വോള്യം മുഴുവൻ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. നമ്മൾ എൻ്റെ ഈ സർഫസിൻ്റെ വോള്യം മാത്രം സർഫസിൻ്റെ ഏരിയ മാത്രം കണ്ടുപിടിക്കുന്നതിന് പകരം ഈ സർഫസ് എന്ന് പറയുന്ന ഒരു വോള്യത്തിൻ്റെ ബൗണ്ടറിയാണ്. ഓക്കെ, ഏത് വോള്യത്തിൻ്റെ ബൗണ്ടറിയാണോ ഈ സർഫസ്, ആ കറസ്പോണ്ടിങ് അല്ലെങ്കിൽ ഈ സർഫസിൻ്റെ ഉള്ളിലുള്ള ഈ സർഫസ് എൻക്ലോസ് ചെയ്യുന്ന വോള്യം മുഴുവൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓൾറൈറ്റ്, നമ്മളൊരു സർഫസ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് എൻക്ലോസസ് ദ വോള്യം ആൻഡ് യു ആർ കാൽക്കുലേറ്റിംഗ് ദ വോള്യം ദാറ്റ് ഈസ് എൻക്ലോസ്ഡ് ബൈ ദിസ് സർഫസ്. Okay, and the surface is defined by h is equal to E. So the volume is defined by the condition h is less than or equal to E. Okay, അപ്പോൾ എന്നുള്ള എനർജിയേക്കാളും കുറഞ്ഞ എനർജിയുള്ള പോയിൻറ്റ്സ്, ഫേസ് സ്പേസ് പോയിൻറ്റ്സ്, കുറഞ്ഞ എനർജിക്ക് കറസ്പോണ്ട് ചെയ്യുന്ന ഫേസ് സ്പേസ് പോയിൻറ്റ്സ് എടുത്തിട്ട് ആ ഫേസ് സ്പേസ് പോയിൻറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന വോള്യം കാൽക്കുലേറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഒമേഗ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ d3nq d3np. റൈറ്റ്, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ഉദാഹരണത്തിന് ഇത് എച്ച് ലെസ് ദാൻ ഇ. ഓക്കെ, ഇതിന് കറസ്പോണ്ട് ചെയ്യുന്ന വോള്യം നമ്മൾ കണ്ടുപിടിച്ചു. ഇതിന് കറസ്പോണ്ട് ചെയ്യുന്ന വോള്യം കണ്ടുപിടിച്ചു. അടുത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? എച്ച് ലെസ് ദാൻ ഇ പ്ലസ് ഡെൽറ്റ ഇ. ഓക്കെ, ഇതിന് കറസ്പോണ്ട് ചെയ്യുന്ന വേറൊരു വോള്യം കൂടെ നമ്മൾ കണ്ടുപിടിച്ചു.
ഓക്കെ, ഇതിന് കറസ്പോണ്ട് ചെയ്യുന്ന ഒരു വോളിയം കൂടെ കണ്ടുപിടിച്ചു. ഇനി ഈ ഭാഗത്തെ വോളിയം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ വോളിയം, ഈ എൻറ്റയർ വോളിയം മൈനസ് ഇതിൻ്റെ വോളിയം ചെയ്താൽ മതി അല്ലേ. ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ വോളിയം ഏരിയ എന്നുള്ള വാക്കുകൾ കുറച്ചുകൂടി ജനറൽ ആയിട്ടാണല്ലോ പറയുന്നത്. അപ്പോൾ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. അപ്പോൾ നമുക്ക് ഈ റീജിയൻ്റെ വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ, സപ്പോസ് ദിസ് ഇസ് സം സോർട്ട് ഓഫ് എ സ്ഫെറിക്കൽ റീജിയൻ, ഓൾറൈറ്റ്. ഈ ഒരു സർഫസിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ടോട്ടൽ വോളിയം കണ്ടുപിടിക്കുക. ഓക്കെ, ആൻഡ് ദെൻ യു റെഡ്യൂസ് ദിസ് പെർട്ടിക്കുലർ വോളിയം. ശരിയല്ലേ? അതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. റെലവൻറ്റ് റീജിയൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഡെൽറ്റ ഒമേഗ. Right, so for small delta E, the volume between two energy surfaces with energies E and E plus delta E, right, is given by omega of E plus delta E minus omega of E. All right. Okay, ഇനി ഇത് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓക്കെ, ഇനി ഇത് നമുക്ക് ഡെൽറ്റ ഇ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. സോ യു ക്യാൻ മേക്ക് എ ടൈലർ എക്സ്പാൻഷൻ, റൈറ്റ്, അബൌട്ട് ഇ. സോ ദിസ് ഇസ് ഒമേഗ ഓഫ് ഇ പ്ലസ് ഡെൽറ്റ ഇ മൾട്ടിപ്ലൈഡ് ബൈ ഡോ ഒമേഗ ബൈ ഡോ ഇ. ഇതിനാണ് ടൈലർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഹയർ ഓർഡർ ടേംസ് എടുക്കേണ്ടത്, ബിക്കോസ് ഡെൽറ്റ ഇ ഇസ് റിയലി സ്മോൾ. ഓക്കെ, മൈനസ് ഒമേഗ ഓഫ് ഇ എന്ന് പറയുമ്പോൾ ദിസ് ഗെറ്റ് ക്യാൻസൽഡ് ആൻഡ് വാട്ട് യു ആർ ലെഫ്റ്റ് വിത്ത് ഇസ് ആക്ച്വലി ഡോ ഒമേഗ ബൈ ഡോ ഇ മൾട്ടിപ്ലൈഡ് ബൈ ഡെൽറ്റ ഇ. Okay, so the volume of the relevant region of phase space can be written as dou omega by dou E multiplied by delta E. Alright, ഇത് ഒരു സൈഡിൽ അവിടെ നിൽക്കട്ടെ. ലെറ്റ് ദിസ് ബി ആൻ ഇക്വേഷൻ. നമ്മുടെ റെലവൻറ്റ് റീജിയൻ്റെ വോളിയം ആണിത്. ഓക്കെ, ഇനി ഈ റെലവൻറ്റ് റീജിയൻ്റെ വോളിയം നമുക്ക് വേറെ രീതിയിലും കൂടെ കണ്ടുപിടിക്കാം അല്ലേ. നമ്മളിപ്പോൾ ഒരു കവലിയേഴ്സ് തിയറി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അത് നമുക്കറിയാം, വോളിയം എന്ന് പറയുന്നത് ബേസ് ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ ഹൈറ്റ് ആണ് അല്ലേ. ഉദാഹരണത്തിന് ഇതിനെ രണ്ട് സർഫസ് ആയിട്ട് കണക്കാക്കുക, ഇതിനെ രണ്ട് ഡിഫറെൻറ്റ് സർഫസ് ആയിട്ട് കണക്കാക്കുക. ഓക്കെ, ഈ ഡാഷ്ഡ് ലൈനായിട്ടുള്ള താഴെയും അതിൻ്റെ തൊട്ട് മുകളിൽ ഈ തിക്ക് ലൈൻ ഉള്ള സർഫസുമാണ്. റൈറ്റ്, അപ്പോൾ ഈ രണ്ട് സർഫസിൻ്റെ ഇടയിലുള്ള വോളിയം കണ്ടുപിടിക്കാൻ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ ഈ രണ്ട് സർഫസിൻ്റെ ഇടയിലുള്ള വോളിയം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? യു ടേക്ക് ദ ബേസ് ഏരിയ ആൻഡ് യു മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് ദ ഹൈറ്റ്. ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് ഡെൽറ്റ ഇ ആണ്. ഇത് നമ്മളെപ്പോഴും ചെയ്യുന്നതാണ് അല്ലേ. ഉദാഹരണത്തിന് ഇത് സിമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഇങ്ങനെയൊരു സിലിണ്ടർ ഉണ്ടെന്ന് കരുതുക. ഓക്കെ, ഇതിൻ്റെ ഹൈറ്റ് എച്ച് ആണ്. ഓക്കെ, ഇവിടെ സിലിണ്ടർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ക്രോസ് സെക്ഷൻ ഒരു സർക്കിളാണ് അല്ലേ. ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? യു ടേക്ക് ദ ബേസ് ഏരിയ വിച്ച് ഇസ് സിഗ്മ ആൻഡ് യു മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് ദ ഹൈറ്റ്. ബേസ് ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ ഹൈറ്റ് അല്ലേ, പൈ ആർ സ്ക്വയർ എച്ച്. റൈറ്റ്, അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. ദിസ് ഇസ് എ മാത്തമാറ്റിക്കൽ തിയറം ആൻഡ് ദിസ് ഇസ് ട്രൂ ഫോർ എനി കൈൻഡ് ഓഫ് സർഫസസ്. അപ്പോൾ ഇവിടുത്തെ റെലവൻറ്റ് റീജിയൻ്റെ വോളിയം എന്ന് പറയുന്നത് യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ബൈ മൾട്ടിപ്ലൈയിങ് ദ ബേസ് ഏരിയ, okay, which is sigma multiplied by the height. That would give you the volume. So you get another expression for the volume of the relevant region. Delta omega is equal to sigma multiplied by delta E. Alright, അപ്പോൾ നമുക്ക് ഡെൽറ്റ ഒമേഗയ്ക്ക് രണ്ട് എക്സ്പ്രഷൻ കിട്ടി. ഒന്ന് ടൈലർ എക്സ്പാൻഷൻ വഴി we found that this is dou omega by dou E multiplied by delta E. We also found that using this Cavaliers theorem, I think it's called the Cavaliers theorem. Okay. Alright, let's check. There's a name for this theorem. Okay, so it's Cavaliers theorem. Alright, so I hope that's how it's actually pronounced, but this theorem is called Cavaliers theorem. So this theorem enables us to connect the area with the volume. Alright, so we have got delta omega is sigma of E delta E. Alright, so we have got exactly the same result. We have got delta omega here, the volume of the allowed region of phase space. You have got again delta omega here, volume of the allowed region of phase space. So by comparing, you see that sigma of E is equal to dou omega divided by dou E. Alright, അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് വോളിയം കണ്ടുപിടിച്ച് കഴിഞ്ഞ് വോളിയത്തിൽ നിന്ന് ഏരിയ കണ്ടുപിടിക്കുന്ന, സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്നതാണ് എപ്പോഴും എളുപ്പം. നമ്മളിങ്ങനെയായിരിക്കും ചെയ്യുക. You first find the volume of the relevant region of phase space and then take the derivative with respect to E, partial derivative with respect to E, and that will give you the area, the surface area of the relevant hypersurface. Alright, പലപ്പോഴും ചെയ്യേണ്ടി വരില്ല, വോളിയം മാത്രം കണ്ടുപിടിച്ചാൽ മതി. ബട്ട് ദിസ് ഇസ് ഹൗ വി എക്സാക്ട്ലി ഡു ദാറ്റ്. ഓൾറൈറ്റ്, ഈ വോളിയം മാത്രം കണ്ടുപിടിക്കുന്നതും ഏരിയ
കണ്ടുപിടിച്ച് ചെയ്യുന്നതും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ, റൈറ്റ്, വിച്ച് ക്യാൻ ബി നെഗ്ലക്റ്റഡ് ആക്ച്വലി ഫോർ ഇൻ ദ തെർമോഡൈനാമിക് ലിമിറ്റ്. തെർമോഡൈനാമിക് ലിമിറ്റിൽ വോളിയം മാത്രം വെച്ച് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇറ്റ് വുഡ് ഗിവ് യു ഓൾമോസ്റ്റ് ദ സെയിം റിസൾട്ട്, ഓക്കെ, ഇൻ ദ തെർമോഡൈനാമിക് ലിമിറ്റ്. But generally, the area can be connected with the volume in this manner. So, sigma of E is equal to dou omega by dou E. Very important result. Okay. ഉദാഹരണത്തിന് ഈ റിസൾട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളൊരു 3 ഡയമെൻഷണൽ വോളിയം എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ വി എന്ന് പറയുന്നത് 4/3 പൈ ആർ ക്യൂബാണ് അല്ലേ. ഒരു സ്ഫിയറിൻ്റെ വോളിയം എന്ന് പറയുന്നത് 4/3 പൈ ആർ ക്യൂബാണ്. റൈറ്റ്. ഈ സ്ഫിയറിൻ്റെ സർഫസ് ഏരിയയോ, വാട്ട്സ് ദ സർഫസ് ഏരിയ ഓഫ് ദി സ്ഫിയർ? ഓക്കെ, അത് കണ്ടുപിടിക്കാൻ ഇത് പ്രകാരം യു ജസ്റ്റ് ഫൈൻഡ് ഡോ വി ബൈ ഡോ ആർ. ഓക്കെ, ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത് ആർ, ഫിസിക്കൽ സ്പേസിലുള്ള ലെങ്ത് ആണ്. ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത് എനർജിയാണ് മാത്രം. ഫേസ് സ്പേസിലുള്ള റേഡിയസ് എന്ന് പറയുന്നത് എനർജിയാണ് മാത്രം. ഓക്കെ, ഡോ വി ബൈ ഡോ ആർ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ യു ഗെറ്റ് ദിസ് ഇസ് 4πr², വിച്ച് ഇസ് എക്സാക്ട്ലി ദ സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ. Okay. So this relation actually works. This is an example that it actually works. This is a general relation. Okay. All right. So now നമ്മുടെ ഉദ്ദേശം എന്താണ്? നമുക്ക് ബോൾട്സ്മാൻ ഫോർമുല ഉപയോഗിക്കണം. ബോൾട്സ്മാൻ ഫോർമുല ഉപയോഗിക്കണമെങ്കിൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് വേണം. നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് വേണമെങ്കിൽ നമുക്ക് you can find it from the area, and it's easier in most cases to find it from the volume, right? So we have got an expression for the number of microstates. This is 1/σ0 dou omega by dou E, right? Now ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, okay, in the phase, അതായത് phase space-ന്റെ വോളിയം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ you can get the number of microstates. Once you get the number of microstates, you can find the entropy using Boltzmann's formula, right? ഇനി ഈ σ0 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റിയെ കുറിച്ച് ഒരല്പം ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് നിർത്താം. The constant of proportionality σ0 has no practical consequence. നമ്മൾ തെർമോഡൈനാമിക് റിലേഷൻസ് എല്ലാം എടുക്കും, നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് അങ്ങനെയൊക്കെ ആയിരിക്കും എടുക്കുക. The σ0 won't appear, alright? But this σ0 has a deep significance. In actuality, this σ0 has a deep significance, and that significance comes from the fact that nature is fundamentally quantum mechanical. Okay, quantum mechanical. ക്വാണ്ടം മെക്കാനിക്കൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആയിരിക്കും. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? യു കനോട്ട് സൈമിൾട്ടേനിയസ്ലി, ഓക്കെ, നോ ഫിസിക്കൽ സിസ്റ്റം ഹാസ് എ സൈമിൾട്ടേനിയസ് വാല്യൂ ഫോർ ക്യൂ ആൻഡ് പി. ഇതിൻ്റെ അർത്ഥം എന്താണ്? ക്യൂവും പിയും എൻറ്റയർലി പ്രിസൈസ് ആയിട്ട് ഡിഫൈൻ ചെയ്താൽ മാത്രമേ ഫേസ് സ്പേസിൽ ഏത് പോയിൻ്റാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ, റൈറ്റ്? ബട്ട് ക്വാണ്ടം മെക്കാനിക്സ് ഗീവ്സ് എ ഫണ്ടമെൻ്റൽ ലിമിറ്റേഷൻ ഇൻ ഡിഫൈനിങ് ദ എക്സാക്ട് ഫേസ് സ്പേസ് പോയിന്റ്, റൈറ്റ്? നമ്മൾ ഏതൊരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് എടുത്താലും യു സീ ദാറ്റ് ദർ വിൽ ബി an uncertainty corresponding to that. So you cannot entirely pinpoint a state. You can only pinpoint a state within this uncertainty, within the uncertainty allowed by quantum mechanics. All right. Because of uncertainty, this delta p delta q is greater than or equal to h എന്ന് പറയും, ചിലപ്പോൾ h bar എന്ന് പറയും, doesn't matter. Okay. But delta p delta q greater than h എന്ന് പറയുന്നത് വൺ ഡയമെൻഷണൽ സിസ്റ്റത്തിൻ്റെ ഫേസ് സ്പേസിനെ കറസ്പോണ്ട് ചെയ്യുന്നതാണ്. Okay. You cannot really pinpoint the exact point on phase space according to quantum mechanics. Alright, നമ്മൾ 3n dimensional space ആണെങ്കിൽ, 3n dimensional space ആണെങ്കിൽ, you will see that each microstates will take up a volume h raised to 3n. Okay, each microstate will take up a volume h raised to 3n. Alright, this is based on uncertainty. നമ്മുടെ ക്ലാസിക്കൽ കാൽക്കുലേഷൻസിൽ യൂഷ്വലി ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, but we realize that this has a fundamental physical significance. Alright, so now the constant σ0 acquires a physical significance. The quantum mechanical phase space consists of cells of magnitude h raised to 3n. Okay, അപ്പോൾ നമ്മൾ phase space എന്ന് പറയുമ്പോൾ this is not a continuous thing, but it is made up of cells, each of volume h raised to 3n. Alright, so you can imagine the phase space to be made up of small cells, each of volume h raised to 3n. Or in other words, you can say that every microstate, okay, every microstate occupies a volume h raised to 3n in phase space. Every microstate, what's h raised to 3n? H raised to 3n is the volume occupied by one microstate, okay, in phase space. All right.
So this means that quantum mechanics actually allows us to identify omega with discrete numbers on discrete numbers of microstates. Okay, but continuous aayittulla inde prashnamilla. Quantum mechanics makes it clear that you can actually connect omega with discrete numbers of microstates, okay, which are fixed by the quantum numbers. So usually microstates are fixed by quantum numbers. So here we are actually what do you say? Here we are actually realizing that when you go deeper into the atomic or microscopic structure, somewhere quantum mechanics becomes relevant. Okay, but quantum mechanics in the relevance classical mechanics പോലും ഒഴിവാക്കാൻ പറ്റാത്ത വേറെ സിറ്റുവേഷൻ കൂടെ ഉണ്ട്, പ്രധാനപ്പെട്ട സിറ്റുവേഷൻ. അതാണ് ഗിബ്സ് പാരഡോക്സ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് ദ ക്വാണ്ടം മെക്കാനിക്കൽ ഇൻഡിസ്റ്റിങ്വിഷബിലിറ്റി, ബട്ട് വിൽ ബി ഡിസ്കസിങ് ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. Alright. Now once we calculate the number of microstates, we can use the Boltzmann's formula to obtain the entropy S equal to k log omega. Okay, that's the entropy. Ini omega 1 ആണെങ്കിലോ, if there is only one microstate corresponding to a given macrostate, ഒരു macrostate corresponding ആയിട്ട് ഒരൊറ്റ സിംഗിൾ മൈക്രോസ്റ്റേറ്റ്, ഒരൊറ്റ അറേഞ്ച്മെൻറ്റ് മാത്രം നമ്മുടെ മൈക്രോസ്റ്റേറ്റിലേക്ക് എത്തിക്കുന്നുള്ളൂവെങ്കിൽ you see that S equal to 0, entropy is equal to 0. Right? This actually happens. Alright, the entropy S equal to 0 corresponds to a system which can assume only one exactly defined microstate. Okay, in practice such systems are, for instance, ideal crystals at temperature T equal to 0. So when you put temperature T equal to 0, when you fix that temperature, you will see that this will have a fixed structure. Okay, there is no moving around, it has a fixed structure, and corresponding to T equal to 0 there will be only one microstate. അപ്പോൾ T equal to 0 കറസ്പോണ്ടിങ് ആയിട്ട് എൻട്രോപ്പി 0 ആണെന്ന് പറയാം. ദിസ് ഇസ് നോൺ ആസ് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കുന്ന നന്നായിട്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. ദ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് സച്ച് സിസ്റ്റംസ് അറ്റ് T equal to 0 ഹാവ് ദ എൻട്രോപ്പി S equal to 0 ഈസ് ഓൾസോ കോൾഡ് ദ തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് ഈ ഫോർമുലേഷൻ ഉപയോഗിച്ചത് ഫേസ് സ്പേസ് വോള്യത്തിൽ നിന്ന് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് കണ്ടുപിടിച്ച് അതുപയോഗിച്ച് എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ആ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസിൻ്റെ എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്യാം. ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസിൻ്റെ എൻട്രോപ്പിയുടെ ഫോർമുല, അതിനൊരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. ആ എക്സ്പ്രഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ആ എക്സ്പ്രഷനിൽ നിന്നാണ് നമ്മളൊരു ചെറിയ പ്രശ്നം, ആ എക്സ്പ്രഷനിൽ ചെറിയ പ്രശ്നമുള്ളതായിട്ട് കാണാൻ കഴിയും. ആ പ്രശ്നം ആണ് നമ്മൾ ഗിബ്സ് പാരഡോക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് കോൾഡ് ആസ് ഗിബ്സ് പാരഡോക്സ്. ഓക്കെ, ബട്ട് വിൽ ഡിസ്കസ് ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്, ഈ ഒരു സെഷനിൽ നമ്മൾ കണ്ടത് ഫേസ് സ്പേസിലുള്ള വോള്യവുമായിട്ട് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സിനെ അസോസിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് കണ്ടുപിടിക്കാൻ റെലവൻറ്റ് റീജിയൺ ഓഫ് ഫേസ് സ്പേസിൻ്റെ സർഫസ് ഏരിയ, റെലവൻറ്റ് അല്ലെ ഹൈപ്പർ സർഫസിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. അല്ലെങ്കിൽ റെലവൻറ്റ് റീജിയൻ്റെ വോള്യം കണ്ടുപിടിച്ചിട്ട് you can find the surface area by taking partial derivative with respect to energy. Okay, sigma is equal to, so we'll use this. Okay, we'll use this to find the number of microstates corresponding to classical ideal gas with a fixed energy, let's say with a fixed energy. And then from that expression we'll study that expression, and then we'll see that that expression has a small problem, that ഇങ്ങനെ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ എൻട്രോപ്പി എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് അല്ല എന്നാണ്. ഇത് എക്സ്റ്റെൻസീവ് അല്ല എന്നുള്ളതായിട്ട് ബന്ധപ്പെട്ടാണ് ഗിബ്സ് പാരഡോക്സ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഫോർ നൗ വിൽ സ്റ്റോപ്പ് ഹിയർ. See you in the next class. Thank you.